പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കുരിശിൻ്റെ വഴി നടത്തിയപ്പോൾ മഴ മാറിയിരുന്നു, വെയിലും ഇല്ലാതിരുന്നു. സമാധാനത്തോടെ ഭക്തി നിർഭരമായി നമുക്ക് കുരിശിൻ്റെ വഴി നടത്തുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇന്ന് അസമാധാനത്തിൽ കഴിയുന്ന ധാരാളം ജനങ്ങളുണ്ട്. വിശുദ്ധ നാടുകളിൽ പോലും നമുക്ക് ശരിയായ രീതിയിൽ ഈ വിശുദ്ധ വാരത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ നടത്താൻ സാധിക്കാത്ത അസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം. ധാരാളം ആളുകൾ യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് കൂടുതലുണ്ടാകാം, ചിലർക്ക് കുറവുകളുണ്ടാകാം. നമ്മളുടെ തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി ധാരാളം ആളുകൾ നമുക്ക് വേണ്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ നമുക്കറിയാം, ഈ യുദ്ധരംഗത്ത് പോകുന്ന നമ്മുടെ തന്നെ മക്കൾ അവരുടെ ജീവനെ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ അപകടം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ പോലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുവാൻ വേണ്ടിയാണ് ആ രംഗത്തേക്ക് ഇറങ്ങുക. നമുക്കറിയാം, ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവർ പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുവാനും മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് പരിശ്രമിക്കുക. നമുക്കറിയാം, മാക്സിമിലിയൻ കോൾവേ തൻ്റെ ജീവൻ അവസാനം പങ്കുവയ്ക്കുന്നത് ഒരു കുടുംബനാഥന്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും രക്ഷ നൽകുവാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ത്യജിക്കുവാൻ തയ്യാറായി തൻ്റെ പ്രിയ മകനെ വിടുമെന്ന് ആദിമാതാപിതാക്കന്മാരുടെ അധഃപതനത്തിന് ശേഷം ദൈവം വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോ ഈ ലോകത്തിലേക്ക് വരികയും പാടുവിലകൾ സഹിച്ച് മരിക്കുകയും ചെയ്തത്. ദൈവത്തിന് ഇതിന് വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിന് എല്ലാ അധികാരമുള്ളവരല്ലേ? എന്നാൽ അപ്രകാരം ഒരു ഈസി രക്ഷപ്പെടുത്തലല്ല, മറിച്ച് നമുക്കറിയാം, അടിമയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വയം സാധിക്കുകയില്ല. അടിമയെ രക്ഷപ്പെടുത്തണമെങ്കിൽ എബ്രാഹിം ലിങ്കനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് വിമോചകരായ ആളുകളോ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ ത്യജിക്കുന്നത് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ശാശ്വതമായി നമ്മളെ വിജയിപ്പിക്കുവാൻ, നമ്മളെ രക്ഷപ്പെടുത്തുവാൻ, അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ എല്ലാ കെടുതികളിലും എങ്ങനെയാണ് നമ്മൾ പ്രത്യാശയോടുകൂടി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ജീവിക്കേണ്ടത് എന്നും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈശോ വന്നത്. നമുക്കറിയാം, ചിലപ്പോൾ അടിമകളെ വീണ്ടെടുക്കുവാൻ, തടവുകാരെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചിലർ റാൻസം കൊടുക്കേണ്ടി വരും, വിമോചന ദ്രവ്യം. ആ മോചന ദ്രവ്യമാണ് ഈശോ നമുക്ക് വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഭാഗത്തും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈശോയോട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിന് വേണ്ട അപേക്ഷകൾ നമ്മൾ കൊടുക്കണം, സഹകരിക്കണം. എന്നതുപോലെ തന്നെ കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുന്നവർക്കാണ് രക്ഷ കിട്ടുക. അതുകൊണ്ടാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തി, പക്ഷെ അനേകർ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. മറ്റനേകര് സ്വമനസാലെ അത് വീണ്ടും നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിലെ തിന്മകളെ അതിജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകളിൽ നമ്മളെ സമീപിക്കേണ്ടത് എന്ന് ഈശോ നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, പട്ടിണി ഉണ്ടാകും. അപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വിധേയരാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം, അതായത് സഹനങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാനല്ല, മറിച്ച് അവയെ നമ്മുടെ വിമോചനത്തിന്റെയും അതോടൊപ്പം തന്നെ നമ്മളുടെ വിക്ടറിയുടെയും ഭാഗമാക്കി മാറ്റുവാനായിട്ട് ഈശോ നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് മറ്റേതൊരു മനുഷ്യനേക്കാൾ കൂടുതൽ ത്യാഗപൂർവമായ സഹനത്തിലൂടെയാണ് ഈശോ കടന്നുപോയത് എന്ന് ഇന്ന് കുരിശിന്റെ വഴിയിലൂടെയും ഈ പീഡാനുഭവ ചരിത്ര വിവരണത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈശോയുടെ ഈ സഹനം ഒരുപാട് ആളുകളിൽ ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതേ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാം.
ക്രിസ്തുവിന്റെ തന്നെ പരസ്യ ജീവിത കാലത്ത് ക്രിസ്തുവിന്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽപ്പെട്ട പല ആളുകളും ഈശോയിൽ വിശ്വസിച്ചിരുന്നില്ല. അവരൊക്കെ പിന്നീടാണ് ആദിമസഭയിൽ മാനസാന്തരപ്പെടുകയുണ്ടായത്. തന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയാത്ത തന്നെ ഈശോയെ ഉപേക്ഷിച്ച് കളയുന്നുണ്ട്. 30 വെള്ളി നാണയത്തിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യം. ചിലപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നിരിക്കും. നമ്മുടെ തന്നെ കുടുംബാംഗങ്ങളിൽ നമ്മളെ ചിലപ്പോൾ പരിത്യജിച്ചിരിക്കും. പത്രോസിനെ പോലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവര് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞതുപോലെ തള്ളി പറഞ്ഞെന്നിരിക്കും. കർത്താവിന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാരെല്ലാം നമുക്ക് അവരോട് പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാശ്ലീഹ പോലും കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ എനിക്ക് ഓടിയില്ല, യോഹന്നാൻ ഒഴികെ സാങ്കേതിക സംഘം അവര് വിചാരണ ചെയ്ത് ഈശോയെ കുരിശുമരണത്തിന് വിജാതീയരായ ഭരണാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പീലാത്തോസ് അറിയാം നിരപരാധിയാണ് എന്നറിയാം. അതുപോലെ തന്നെ അവന്റെ ഭാര്യ സ്വപ്നത്തിൽ കണ്ട കാര്യം അറിയിച്ചു. എങ്ങനെയെങ്കിലും ഈശോയെ ഒഴിവാക്കണം, കുരിശുമരണത്തിന് വിധിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അയാളുടെ സ്വാർത്ഥ അധികാരം നിലനിർത്താൻ വേണ്ടി കൈ കഴുകിക്കൊണ്ട് ഇതിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാകാം. സ്വന്തം ജീവിത പങ്കാളി പോലും ചില സമയത്ത് കൈ കഴുകുന്നു വരും, എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഓശാനപ്പാടി ഈശോയെ എതിരേറ്റോട് തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇതുപോലെ തന്നെ ആയിരിക്കും പലപ്പോഴും നമുക്കും ഉണ്ടാവുക. നിരപരാധിയാണെങ്കിലും അവനെ ക്രൂശിക്കുക, അവസരം വിട്ടു തരിക എന്ന് പറയുന്ന അവസ്ഥ. പട്ടാളക്കാർക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ ഈശോയെ അതികഠിനമായിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈശോ കുരിശിന്റെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കാഴ്ചക്കാരായി നിന്നവര് ഈശോയെ പരിഹസിക്കുന്നവര്, ഇവൻ എത്രയോ പേരെ രക്ഷിച്ചു, ഇവൻ ദൈവോത്തമൻ തന്നെ പറഞ്ഞത്, അവന്റെ അധികാരം ഉപയോഗിച്ച് അവന് ഈ കുരിശിൽ നിന്നും താഴെ ഇറങ്ങാൻ പാടില്ലേ. ഈശോയുടെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരാള്, അതായത് ഗസ്മാസ് എന്ന് പറയുന്നവൻ ഈശോയെ പരിഹസിക്കുന്നുണ്ട്. നീ എന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതേ സമയത്ത് ഈശോയുടെ അടുത്ത് സഹകരിക്കുന്ന, ഈശോയെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയെ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് ഒരു ചെറുപ്പക്കാരൻ അവനെ പട്ടാളക്കാർ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മേലത്ത് ഉപേക്ഷിച്ച്, അവന്റെ വസ്ത്രം ഉപേക്ഷിച്ച് അവൻ ഓടിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് മർക്കോസാണ്. കാരണം മർക്കോസിന്റെ ഭവനത്തിലായിരുന്നു അവൻ അന്ത്യത്രാണം കഴിച്ചത്. അവിടെ മർക്കോസെ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പീലാത്തോസിന്റെ ഭാര്യ ഈശോയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ജെറുസലേം നഗരത്തിലെ സ്ത്രീകൾ ഈശോയെ തന്റെ യാത്രയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശമയോൻ ഈശോയുടെ കുരിശ് താങ്ങാനായിട്ട് സഹായിക്കുന്നു. ഈശോയുടെ മുഖം തടച്ചു എന്ന് പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു പോരുന്ന അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വെറോനിക്ക, അതുപോലെ തന്നെ ഈശോയുടെ കുരിശിൻ ചുവട്ടിലും ഈശോയ്ക്ക് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് മകനെ നിന്റെ വിളി നീ പൂർത്തിയാക്കുക എന്ന് പറയുന്ന അമ്മയായ വിശുദ്ധ കന്യകാമറിയം, ആ അമ്മയ്ക്ക് പിന്തുണ കൊടുക്കുന്ന യോഹന്നാൻ സുവിശേഷകൻ, അതുപോലെ തന്നെ ദീസ്മാസ് എന്ന് പറയുന്ന ഈശോയോട് ക്രൂശിക്കപ്പെട്ടവൻ, കർത്താവ് അവനാണ് ദീസ്മാസിനെ കുറ്റപ്പെടുത്തുന്നു. അവൻ ചെയ്തവനാണ്, അവൻ നിരപരാധിയാണ്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, അങ്ങ് പ്രതീക്ഷയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അതുപോലെ തന്നെ അരിമത്ഥ്യക്കാരൻ യോസഫും നിക്കോദേമോസുമാണ് ഈശോയുടെ കബറടക്കത്തിന് സഹായിക്കുന്നത്. ഇനി പിതാവായ ദൈവം തന്നെ ചില അടയാളങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന്, നാടകം 3 മണിക്കൂർ നേരത്തേക്ക് അന്ധകാരമായി. കാരണം സൂര്യനെ ചന്ദ്രൻ വന്ന് മറിക്കുകയാണ് നട്ടുച്ച നേരത്ത്. അങ്ങനെ സൂര്യഗ്രഹണത്തിലൂടെ 3 മണിക്കൂർ നേരത്തേക്ക് അന്ധകാരം, വലിയൊരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അനവധി ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും അനവധി ആളുകൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിലെ ഒറ്റ തലശീല 2ആയിട്ട് നെടുകെ കീറി മുറിയുകയാണ്. ഇതെല്ലാം ചില അടയാളങ്ങൾ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്നവയായിരുന്നു. എന്നാൽ ഈശോ ഈ സഹനങ്ങൾക്കിടയിലും നന്മ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചും ഈശോയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, സഹനത്തിലൂടെ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുമ്പോഴും എപ്രകാരമാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് ഈശോ ഇവിടെ കാണിക്കുകയാണ്. ഒന്ന്, പത്രോസ് തന്റെ കയ്യിലിരുന്ന വാൾ ഉപയോഗിച്ച്, കാരണം ഈശോയുടെ സംരക്ഷണത്തിന് വേണ്ടി വാളുമായി നടക്കുകയാണ്. അപ്പോഴാണ് മാർക്കൂസ് എന്ന് പറയുന്ന പരിചാരകന്റെ അവനെ താൻ വെട്ടുമ്പോൾ അവന്റെ ചെവിയാണ് ചെരിച്ചു കളയുക. പക്ഷേ ഈശോ പറയുന്ന ഈ വാള് അതിന്റെ ഉറയിലിട്, ഇതെല്ലാം എനിക്ക് സഹിക്കേണ്ടതാണ്. എന്നിട്ട് അവനെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നവരുടെ കൂട്ടത്തിലുള്ള അവന്റെ സുഖപ്പെടുത്തുകയാണ്. അതിലൂടെ അവൻ മാനസാന്തരത്തിലേക്ക് വന്നുവെന്നാണ് ഒരു വിശ്വാസം. അതുപോലെ തന്നെയാണ് വെറോനിക്ക തന്റെ തിരുമുഖം കളയ്ക്കാൻ വന്നപ്പോൾ അവൾക്ക് അവളുടെ പേരിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കുന്നതിന് കാരണം അവളുടെ തുടച്ച മുഖത്ത്
ആ തൂവാലയിൽ ഈശോയുടെ ചിത്രം പതിച്ചു കൊടുക്കുവാനും പിന്നീട് അനവധി അത്ഭുതങ്ങൾക്ക് കാരണമാകുന്ന ഒരു തിരിശേഷിപ്പായി മാറുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈശോയെ ആശ്വസിപ്പിക്കുവാൻ വന്ന യെരൂശലേം നഗരത്തിലെ സ്ത്രീകളോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ രക്ഷയുടെ മാർഗം തേടാതെ വന്നാൽ എന്താണ് സംഭവിക്കുക? 40 കൊല്ലം കഴിഞ്ഞപ്പോൾ യെരൂശലേം ആക്രമിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികളെല്ലാം നേരത്തെ രക്ഷപ്പെട്ടു. അതേസമയത്ത് യഹൂദന്മാർ ആക്രമിക്കപ്പെടുകയും അനവധി പേര് കൊല്ലപ്പെടുകയും മറ്റനവധി പേര് അടിമകളായി പോവുകയും ലോകം മുഴുവൻ ചിതറിക്കപ്പെടുകയും അവരുടെ നഗരവും ആ യെരൂശലേം ദേവാലയവും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മളോടും ഈശോ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട. ദുഃഖവെളി എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖമാണ്. അതായത് നമ്മുടെ പാപം ചെയ്തതിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയും നമ്മൾ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈ കുരിശിന്റെ വഴിയും ഈ പ്രാർത്ഥനകളിലും വലിയ പ്രാധാന്യമില്ലാതെ പോകും. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് ആ ഈശോ യെരൂശലേം നഗരത്തിലെ സ്ത്രീകളോട് പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നാളെ കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് പറുദീസയിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ടുള്ള മുന്നറിയിപ്പാണ് നമുക്ക് നൽകുക. അതുപോലെ തന്നെ ആ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ ഓർക്കുകയാണ്, മറിയം മാതാവ് തൻ്റെ അമ്മ ഇനി ഒരു പരാശ്രയമില്ലാതെ കഴിയുകയാണ്. അപ്പോഴാണ് ഈശോയുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട കുരിശിനുള്ളിൽ നിന്ന് യോഹന്നാനെ മറിയത്തെ ഏൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ മറിയം യോഹന്നാനെ ഏൽപ്പിക്കുന്നു. കാരണം യോഹന്നാനിലൂടെ സഭയുടെ സംരക്ഷണവും മറിയത്തെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പരിഗണന കാണിക്കുവാനും സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. തന്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട ദീസ്മാസിന് അന്ന് തന്നെ എന്നോട് കൂടി നീ പറുദീസയിലായിരിക്കുമെന്നുള്ള ആ വാഗ്ദാനം നൽകുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ലാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ, അവരെ നശിപ്പിക്കണമേ എന്നല്ല, മറിച്ച് ഇവരോട് ക്ഷമിക്കണം, അവരുടെ മാനസാന്തരം ഉണ്ടാകണം. അതാണ് ഈശോ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പാരമ്പര്യം അനുസരിച്ച് ഈശോ മരിച്ചെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ലൊങ്കീസ് നോസ് എന്ന് പറയുന്ന ശരിക്കും കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പട്ടാളക്കാരനാണ് ഒരു കുന്തം കൊണ്ട് ഈശോയുടെ കുന്തം കുത്തി ഹൃദയം കുത്തി തുറക്കുക. പക്ഷെ അവിടെ നിന്ന് വന്ന വെള്ളവും അതുപോലെ തന്നെ രക്തവും അത് അവന്റെ കണ്ണിൽ തെറിച്ചു വീണ് അവന് കാഴ്ചശക്തി കിട്ടി എന്നുള്ള ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോയെ കുരിശിൽ തറയ്ക്കുവാൻ വേണ്ടി ഈ പിലാത്തോസിന്റെ അരമന മുതൽ ഇവിടം വരെ എല്ലാം കൊണ്ടുവരികയും ഇതെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് ഈ അന്ധകാരം ഉണ്ടാവുകയും ഈ വലിയ ഭൂമികൾക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രേതാലയം തുറക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. അതിനേക്കാൾ ഏറ്റവും വലിയ അനുഭവം വളരെയേറെ സഹകരിച്ചുകൊണ്ട് ഈശോ കുരിശില് പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാകുന്നു എന്ന് ആ ശതാധിപൻ പറയുകയും അയാളുടെ മാനസാന്തരത്തിന് പോലും കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ചിന്തിക്കേണ്ടത് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ കുരിശിലൂടെയാണ്, ആ കവറടക്കത്തിലൂടെയാണ് ഈശോ ഉദ്ധാനത്തിലേക്ക് വരുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ സഹപ്രവർത്തകരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈശോയുടെ സഹനത്തിലല്ല നമ്മുടെ ഭാഗത്ത് ദുഃഖിക്കാനും അതുപോലെ തന്നെ ഈശോ കാണിച്ചു തന്ന ആ കുരിശിന്റെ വഴി പിന്തുടരുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ സഹനത്തെ വിജയത്തിലേക്കുള്ള മാർഗമാക്കി നമുക്ക് മാറ്റണം. നമ്മുടെ മരണം ഉദ്ധാനത്തിലേക്കുള്ള മരണമാണെന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെ ആ സ്വർഗ്ഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അവസാനമായിട്ട് മറ്റുള്ളവരുടെ സഹനങ്ങളിൽ ഈശോയെ പോലെ രക്ഷകരാകണം. അല്ലാതെ പരിസയരെ പോലെ, ദീപികനെ പോലെ, അന്നത്തെ പ്രമുഖന്മാരെ പോലെ, പീലാത്തോസിനെ പോലെ, അല്ലെങ്കിൽ അന്നത്തെ ക്രൂരന്മാരായ പട്ടാളക്കാരെ പോലെ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുകയല്ല, മറിച്ച് ഈശോയുടെ സഞ്ചരിച്ച, ഈശോയെ ആശ്വസിപ്പിച്ച ആളുകളെ പോലെ മറ്റുള്ളവരുടെ സഹനങ്ങളിൽ, വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അവർക്ക് നന്മ കൊടുക്കുമ്പോൾ നമുക്കും ആ കർത്താവിന്റെ രക്ഷ കൈവരിക്കും. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളുടെ പാപത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുന്നവരും ഈശോയെ പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും അഭിമുഖീകരിക്കുന്നവരുമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒന്നാം